ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്നതാണല്ലോ നീർമീൻ. നമുക്കും ഇവിടെ കിട്ടി കേട്ടോ. ഇതെന്ത് മീനാണെന്നൊന്നും അറിയത്തില്ല. അപ്പം മോനത് കരിമീൻ പൊള്ളിക്കുന്നത് പോലെ പൊള്ളിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. റെസിപ്പിയിലേക്ക് നമ്മൾ ഈ മീനാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ അല്ല, നമ്മുടെ എന്തുവാ കരിമീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ. ഇത് കടലിലെ മീനല്ല കേട്ടോ. ഇത് എന്താണ്ട് പുഴമീനാണ്. പുഴമീനാണ്. ഈ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിലൊക്കെ വരുന്ന മീനുണ്ടല്ലോ, ആ മീനായത്. ഇതെന്തോ മീനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആളിന് കരിമീൻ പൊള്ളിച്ച് കൊടുക്കുന്ന പോലെ പൊള്ളിച്ച് കൊടുക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ തേക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം ഉപ്പ്. നമ്മൾ ഒരുപാട് മസാല വേണ്ട കേട്ടോ, കാരണം നമ്മുടെ മീന് വേറെ മസാല നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മതി. ഇതിനകത്തൊന്ന് തേച്ച് പിടിപ്പിക്കാനും വേണ്ടി മതി. അതിലെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഈ വരഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഒന്ന് പിടിപ്പിച്ച് മസാലയിനകത്തൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ ഈ മീൻ പൊള്ളിച്ചതിന് നമുക്കൊരു മസാലക്കൂട്ട് കൂടി തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ചേർക്കാം. പച്ചമുളക് ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ച് ചേർത്തു. ഞാനിവിടെ ഒരു മുളകിൻ്റെ ഒരു ലേശമേ ചേർത്തിട്ടുള്ളൂ. കാരണം അവന് എരി ഇഷ്ടമല്ലെന്നല്ല, ഒരുപാടായി കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ശകലമേ ചേർത്തിട്ടുള്ളൂ. മോൻ്റെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഇതൊന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാനും വേണ്ടി ഞാനിതിലേക്കൊരു ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴല്ല കറിവേപ്പില ചേർക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പില ചേർക്കാം. ഞാൻ പറയാനങ്ങ് മറന്നുപോയി ഗൈസ്. നന്നായിട്ട് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്കിത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. ഉലുവപ്പൊടി ചേർക്കുകയേ വേണ്ട. പിന്നെ ശകലം കുരുമുളക് പൊടിയൊന്ന് കൂടുതലിട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ നീർമീനായതുകൊണ്ട് ഇതിന് ചേറ്റുവാട കാണും. ആ ചേറ്റുവാടയൊന്ന് മാറാനും വേണ്ടിയാണ് നമ്മൾ കുരുമുളക് പൊടി ലേശം കൂടുതലിടുന്നത്. അപ്പോൾ ചോദിക്കുക എരിക്കത്തില്ലെന്ന്. നമ്മളിതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ആ എരിയൊക്കെ അതിനകത്തങ്ങ് ഇതായിക്കോളും. അപ്പം പിന്നെ കുറച്ച് വെള്ളവും കൂടി അതിനകത്ത് നിന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഒരു എന്നാൽ ഒരുപാട് നീളവും അല്ല കുറുകിയതും അല്ലാത്ത കണക്കൊരു മസാല പരുവത്തിലാക്കി തിളപ്പിച്ച് നമ്മൾ മാറ്റുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിത് കരിമീനകത്തേ ചെയ്തിട്ടുള്ളായിരുന്നു. ഇങ്ങനെ നീർമീനകത്ത് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മോൻ്റെ നിർബന്ധപ്രകാരം അവന് വേണ്ടി ചെയ്തതാണ്. അപ്പം ഞാൻ കരുതി എന്നാൽ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാം, ഇതൊന്നും ഇങ്ങനെ ചെയ്യാനും പറ്റുമല്ലോ. ഈ നീർമീനകത്തും ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്തു. ആ ചട്ടിയിൽ തന്നെ ഒരു വാഴയില ഉണ്ടാക്കി വെക്കണേ. വാഴയില നല്ല ഇങ്ങനെ വാട്ടി വെക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, അരപ്പ്, അതിലേക്ക് ആക്കണം. എന്നിട്ട് നമ്മുടെ മീൻ എടുത്ത് വെക്കണം. മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മൂക്കുമൊന്നും വേണ്ട കേട്ടോ, കുറച്ചൊന്ന് മൂത്ത് വന്നാൽ മതി. അതുകൊണ്ട് ഒരുപാട് മൂപ്പിക്കാൻ നിന്നില്ല ഞാൻ. ബാക്കി നമ്മുടെ മസാല ഇങ്ങനെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കവർ ചെയ്യണം. മസാല അതിൻ്റെ പുറത്ത് ഇങ്ങനെ കവർ ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് എല്ലാം ഒഴിച്ചു. നമുക്കിനി അതിനകത്തോട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് തേങ്ങാപ്പാൽ വെച്ചാൽ കൊള്ളാവും. കഴിച്ചു നോക്കാം എന്നിട്ട് പറയും. തേങ്ങാപ്പാൽ ഇങ്ങനെ മൂടിയിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിൽ ആ തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വെന്തോളും. കണ്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ.
നമ്മുടെ ടെസ്റ്ററിന് തീരെ സഹിക്കാൻ വയ്യ മണം കേട്ടിട്ട്. പെട്ടെന്ന് ചോറ് താഴെ അമ്മേ എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറൊക്കെ കൊടുത്തു. ആളിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ കഴിച്ചിട്ട്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഈ മീനൊക്കെ കിട്ടും എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.